2025-26 സീസൺ മുതൽ ഐ ലീഗ് ഏത് പുതിയ പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്? ഇന്ത്യൻ ഫുട്ബോൾ ലീഗ്. കേരളത്തിൽ നിന്നുള്ള ഗോകുലം, കേരള FC ഉൾപ്പെടെ 11 ടീമുകളാണ് ഈ രണ്ടാം ഡിവിഷൻ ലീഗിൽ മാറ്റുരയ്ക്കുന്നത്. നിലവിൽ ഇന്ത്യയിലെ ഒന്നാം ഡിവിഷൻ ഫുട്ബോൾ ലീഗ് ISL അഥവാ ഇന്ത്യൻ സൂപ്പർ ലീഗാണ്. മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിൽ പ്രവർത്തിച്ചിരുന്ന മയക്കുമരുന്ന് നിർമ്മാണ ലാബ് തകർക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സഹ്യാദ്രി ചെക്ക്മേറ്റ്. നിരോധിത മയക്കുമരുന്നായ മെഫെട്രോൺ നിർമ്മാണ യൂണിറ്റാണ് തകർത്തത്. ഇത് മ്യാവു മ്യാവു, കാറ്റ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കള്ളക്കടത്ത് തടയുന്നതിനായുള്ള ഇന്ത്യയിലെ പ്രധാന ഏജൻസിയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. ഇത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് മദർ മേരി കംസ് ടു മീ. പ്രശസ്ത സാഹിത്യകാരി അരുന്ധതി റോയിയാണ് ഈ കൃതിയുടെ രചയിതാവ്. 1997 ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്ക് അവർക്ക് ബുക്കർ സമ്മാനം ലഭിച്ചിരുന്നു. 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്ത്യ AI അംപാക്ട് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയമാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. നിർമ്മിത ബുദ്ധി മേഖലയിലെ ഇന്ത്യയുടെ മുന്നേറ്റങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നിലവിലെ കേന്ദ്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷന് തുടക്കമിട്ട വർഷം 2024. തിരുവനന്തപുരം CTCRI വികസിപ്പിച്ചെടുത്ത പ്രമേഹത്തെയും ഹൃദ്രോഗത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള പർപ്പിൾ നിറത്തിലുള്ള ചേമ്പ് ഇനമാണ് ജാമുനി. ആന്തോസയാനിൻ എന്ന വർണ്ണകത്തിൻ്റെ സാന്നിധ്യമാണ് ഇതിന് പർപ്പിൾ നിറം നൽകുന്നത്. ഇത് ക്യാൻസറിനെതിരെയും പ്രതിരോധശേഷി നൽകുന്നു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം 1963 സ്ഥാപിതമായത്. ആസ്ഥാനം ശ്രീകാര്യമാണ്. കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസമാണ് കടലാക്രമണം. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. കേരളത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശമുണ്ട്.